ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് കേക്കാണ്. അതുപോലെ ഇത് ചെയ്യാൻ വേണ്ടി ഓവൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ കേക്ക് ടിന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ ഒരു പാനിൽ ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതായത് 1/2 കപ്പിൻ്റെ അളവാണ്. അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു അരിപ്പയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് അരിച്ചെടുക്കണം. ഇതുപോലെ ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വരാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടുക. അപ്പോൾ ഞാനിവിടെ 1 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇതെല്ലാം കൂടി വീണ്ടും ഒരുമിച്ചാക്കി 2 പ്രാവശ്യം കൂടി നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് പാൻ റെഡിയാക്കാം. ഞാനൊരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ബട്ടർ തടവി അതിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബാറ്റർ തയ്യാറാക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ 5 ചെറിയ മുട്ട ആയതുകൊണ്ടാണ് ഞാൻ 5 എണ്ണം എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലൊക്കെ ഉള്ളതാണെങ്കിൽ 4 എണ്ണം മതിയാവും. ഇത് വളരെ ചെറുതാണ്, അതുകൊണ്ട് ഞാൻ 5 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് ഒട്ടിച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പും കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിക്കാത്ത പഞ്ചസാരയാണ്. നമുക്ക് നന്നായിട്ടിത് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫാകുന്നവരെ ബീറ്റ് ചെയ്യാം. അപ്പം പഞ്ചസാര പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു 3/4 കപ്പും കുറച്ചധികം ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഐസിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചു കൊടുക്കും. അപ്പം നല്ല ഓവർ മധുരമായി പോവും. അപ്പോൾ ഇവിടെ നന്നായിട്ട് നല്ല സ്റ്റിഫായി ബീറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ബീറ്റർ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ വാനില എസൻസ് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. നമുക്കിത് ജസ്റ്റ് ഒരു ലോ സ്പീഡിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ആകാൻ വേണ്ടി മാത്രം ഒന്ന് ബീറ്റർ ഓൺ ആക്കി കൊടുക്കുക. ഒരുപാട് സമയം ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ആകാൻ വേണ്ടി മാത്രം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച മൈദപ്പൊടിയുടെ മിക്സ് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുലോ വെച്ച് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ച് ചേർക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എപ്പോഴും കേക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ നമ്മളൊക്കെ ചെയ്താൽ നല്ലോണം എയർ ബബിൾസ് കയറിപ്പോവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ആ മൈദ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അവസാനത്തെ മൈദപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ സോസ് പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് ഉണ്ടാവുക. ഒരു റിബൺ പോലെ ഉണ്ടാവും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്. ശേഷം ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പഴയൊരു ഫ്രൈ പാന് അടുപ്പിൽ വെച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെയാണ് നമ്മൾ നമ്മുടെ സോസ് പാന് വെച്ച് കൊടുക്കാൻ പോകുന്നത്. കാരണം ഡയറക്റ്റ് അടുപ്പിൽ വെക്കുന്നതിന് വരെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് നമ്മുടെ കേക്ക് പാനിൻ്റെ അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ ഞാനിത് ഒരു അടപ്പ് വെച്ച് അടച്ചിട്ടുണ്ട്. അപ്പോൾ ആ അടപ്പിൻ്റെ മേലുള്ള ആ ഒരു ചെറിയ ഹോൾസ് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം എയറൊന്നും പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഒരു 30 മിനിറ്റ് എന്തായാലും പിടിക്കും. അപ്പോൾ ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ആ ഒരു ഫ്ലെയിം അനുസരിച്ച് 30 to 45 മിനിറ്റൊക്കെ പിടിക്കുമായിരിക്കും. അപ്പോൾ എനിക്കിവിടെ 40 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് എൻ്റെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു സ്ക്യൂറോ അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ച് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കേക്ക് റെഡിയായെന്ന് മനസ്സിലാക്കാം. അപ്പം എൻ്റെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. കുറച്ച് സമയം കഴിഞ്ഞ ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കുറേ സമയം ഇതിൽ വെച്ച് കൊടുക്കണ്ട. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ ഇത് വേറൊരു ഇതിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്കതിൻ്റെ മേലെയുള്ള ആ ഒരു ബട്ടർ പേപ്പർ മാറ്റാം.
ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് കരിഞ്ഞൊന്നും പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല സോഫ്റ്റാണിത്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ എല്ലാ സൈഡും നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാ സൈഡും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാത്തിനും പറ്റിയ ഒരു ബേസായിട്ട് നമുക്ക് ഈ ഒരു സ്പോഞ്ച് കേക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഞാനിതൊരു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചെയ്താൽ പിന്നെ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയി പോവും. അപ്പോൾ കേക്ക് ഡെക്കറേഷൻ അറിയാത്തവർക്ക് വേണ്ടി ചെയ്തൊരു ഡെക്കറേറ്റിംഗ് വീഡിയോ ആണിത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡെക്കറേഷനാണ്. അതുപോലെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡെക്കറേഷനും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഇട്ട വലിയ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയി പോവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി കാണാം. താങ്ക്